മനീഷേട്ടാ, മനീഷ് ഇന്നലെ രാത്രി വന്നില്ലേ? വന്നു. 1 മണിവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുവരെ അവൻ എന്തായാലും വന്നിട്ടില്ല. പിന്നെ വന്നമ്മേ. വന്ന് അവനിപ്പോ അത്താഴം ഇവിടെ നിന്നുണ്ണുന്ന പരിപാടിയേ ഇല്ല. വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കി വെക്കുന്നേ? അരിക്കെന്താ വിലയെന്ന് അവൻ അറിഞ്ഞില്ലെങ്കിലും നിനക്കറിഞ്ഞൂടെ? അത്താഴപ്പട്ടിണി കിടക്കുന്നത് വീടിന് ദോഷാണെന്ന് അവൻ അറിയാം. ആ ശാപം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കാണും. മനീഷേട്ടൻ മനഃപൂർവ്വമല്ലമ്മേ. രാത്രിയിലെ കൂട്ടുകാരുടെ കൂടെ ഓരോന്ന് സംസാരിച്ചിരുന്ന സമയം പോകുന്ന അറിയില്ല. രാവിലെ നീ അവനെ ന്യായീകരിക്ക? നിനക്കിട്ട് ഒരെണ്ണം വെച്ചേരണ്ടേ? കൂട്ടുകാരുമായിട്ട് സംസാരിക്കാണ് പോലും. അവൻ എന്താ സംസാരിക്കാനുള്ളത്? അമ്മയും ഭാര്യയും പറ്റിച്ച് ജീവിക്കുന്ന കാര്യോ, അതോ മേലനങ്ങാതെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് ജീവിക്കുന്ന കാര്യോ? അല്ലെങ്കിൽ ആരിയ്ക്കുന്നു മനീഷിന് കൂട്ടുകാരായിട്ട്? ഉണ്ടായിരുന്നു. ആ പിള്ളേര് ഒരു പ്രായം വരെ കൂട്ടുകൂടി നടന്നു. പിന്നെ അവനവന്റെ കാര്യം നോക്കി കുടുംബമായിട്ട് കഴിയുന്നു. ആ കൂട്ടത്തിൽ പെടുവോ മനീഷ്? എന്തിനാ വെറുതെ കമിഴ്ത്തി വെച്ച കുടത്തിന്റെ മേലെ വെള്ളം ഒഴിക്കുന്നത്? ആ സമയം കൊണ്ട് 4 ഈശ്വരനാമം ജപിച്ച അത്രയായി. പിണങ്ങി പോവായിരിക്കും. അല്ല, മുറ്റോടിക്കാന്ന് വിചാരിച്ചു. ഞാൻ ചായ ഇടാൻ പോവാ. പള്ളിയുറക്കം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കാം. എന്നാൽ ഈ മനീഷേട്ടൻ ഇതെവിടെ പോയി? മനീഷേട്ടാ, 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 എന്തൊരു കിടപ്പാ ഇത്? എഴുന്നേറ്റേ, എഴുന്നേൽക്കാൻ. മൂക്ക് മുട്ട കുടിച്ചിട്ട് എവിടെ കിടക്കുന്നേന്ന് ഓർമ്മയുണ്ടോ? മനീഷേട്ടാ, മനീഷേട്ടാ, നീ അമ്മ വരുന്നുണ്ട്. എന്താടി? വീടിനകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാനെങ്ങനെ ഇവിടെ വന്നു? ആരാണ് എവിടെ കൊണ്ടുവന്നിട്ടത്? അതെന്നോടാണോ ചോദിക്കുന്നേ? ഒരു ശകലം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. പട്ടിയുടെ കൊരയാണെങ്കിൽ അത് അങ്ങനെ. പട്ടി കൊരക്കേ? പട്ടിക്ക് എന്താ പ്രശ്നം? പട്ടിക്ക് ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എണീറ്റ് അകത്തു പോയി കിടക്ക്. എവിടെ നോക്കി നടക്കുന്നേ? നേരെ നോക്കി നടക്ക്. ഞാൻ നേരെ നടക്കുന്നേ. നേരെ മാത്രമേ നടന്നിട്ടുള്ളൂ. എന്നെ ഇപ്പോഴൊന്നും വിളിക്കാൻ വരല്ലേ.
വേടിപ്പാട്ടിന്ന് ഉറങ്ങണം. അപ്പൊ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ലൈലേ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. ചന്ദ്രിക വന്നില്ലേ? ഇല്ല. അച്ഛാ, ഞാൻ നോക്കിയപ്പോ നിന്റെ അച്ഛൻ ഇവിടെ കയറിയിരിക്കുന്നു. എന്താ കാര്യമെന്ന് ചോദിക്കേ. എന്തു പറ്റി അച്ഛാ? അമ്മ എന്താ വരാത്തത്? ചന്ദ്രിക ഇനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അതങ്ങനെയാ. അതെ, തമ്മിൽ സംസാരിക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ചന്ദ്രികയുടെ വിരോധം ഉണ്ടായിട്ടല്ല, മനഃപൂർവ്വമല്ല. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിൽ പെരുമാറാൻ എനിക്കറിയില്ല. അതുകൊണ്ടാ. അക്കാര്യത്തിൽ ചന്ദ്രികയും മോശമല്ല. അതല്ല സുമിത്ര കാര്യം. നിങ്ങളെക്കുറിച്ച് ഒരു പരാതി ഞങ്ങൾക്കില്ല, മതിപ്പേ ഉള്ളൂ. അമ്മ അത് എന്നോടും പറയും, സുമിത്രേച്ചിയെ കണ്ടു പഠിക്കണോന്ന്. ഇതെന്താച്ചാ, പഴുത്ത മാങ്ങയാണോ? പഴുത്ത മാങ്ങ എടുത്ത് കഴിച്ചോ. എന്താ ഇത്? നിനക്ക് കാണാൻ വയ്യേ? ഈ സഞ്ചി മുഴുവൻ അത്തരം സാധനങ്ങളാ. മനീഷിന്റെ സമ്മാനമാ. മനസ്സിലായില്ലച്ചാ, എന്താന്ന് പറ. ഇന്നലെ രാത്രി മനീഷ് വീട്ടിൽ വന്നിരുന്നു. നല്ല ഫോമിലായിരുന്നു. എന്നാ ബഹളമായിരുന്നു. സുമിത്ര കേൾക്കണം. ഇവരുടെ ബന്ധം ഒഴിയണമെന്ന് ഞാൻ ചുമ്മാ തമാശയ്ക്കൊന്ന് പറഞ്ഞുപോയി. അത് ചന്ദ്രിക ഇവളെ വിളിച്ചു പറഞ്ഞു. ഈ പെണ്ണ് അത് മനീഷിനോട് പോയി ഓതിക്കൊടുത്തു. മനീഷേട്ടനൊരു വാശി ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാ. വാശിയായി അതിന്റെ ഫലമായി കാണുന്നേ. മനീഷേട്ടൻ പൊട്ടിച്ചാണോ ഇതെല്ലാം? പിന്നെ തന്നെ പൊട്ടിയതാണോ? ലൈല എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ പറയുന്നേ? നിങ്ങളുടെ കോളനിയിലുള്ളവരെ വിളിച്ചുകൂട്ടി അവന് 4 എണ്ണം കൊടുക്കാതിരുന്ന എന്താ? പിള്ളേര് സംഘടിച്ചതാ. ഞാൻ കരഞ്ഞ് കാല് പിടിച്ച പിന്നെയാ തല്ല് ഒഴിവാക്കിയത്. അതിന്റെ കാര്യമില്ലായിരുന്നു. യാതൊരു ദാക്ഷിണ്യത്തിനും അർഹതയില്ല അവന്. കല്യാണം ഒഴിയുന്ന കാര്യം തമാശക്കല്ലേ നേരത്തെ പറഞ്ഞത്? ഇനി അത് തമാശക്കാക്കണ്ട, കാര്യമായിട്ട് എടുക്ക്. അമ്മേ, എന്തിനാ പെണ്ണ ഇങ്ങനെ ഒരു ഭർത്താവ്? നീ തലവേദന പോയി രക്ഷപ്പെട്. ഓ, ലൈലയ്ക്ക് തലവേദനയാണോടി? ഓ, എനിക്ക് നല്ല തലവേദന. ആ, വിരുന്നുകാരുണ്ടല്ലോ. ലൈലയുടെ അമ്മ വന്നില്ലേ? ലൈലയുടെ അച്ഛാ ചായ കുടിച്ചിരുന്നോ? ഡി ലൈലേ, അച്ഛന് ചായ കൊടുക്ക്. വേണ്ട, അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുക. മോൾക്കെന്തോ കാര്യമായിട്ടുള്ള സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നല്ല കനം. മോൾക്കല്ല, മരുമോന. എനിക്കോ? അത് കൊള്ളാലോ. എന്താടാ ഇത്? എന്താ ലൈലേ, നിന്റെ അച്ഛൻ ആക്രി കച്ചവടം തുടങ്ങിയ? നല്ല ബിസിനസ്സാ. ഞാനെന്ത് ചെയ്തിട്ടാ? എന്തോന്നാ ലൈല ഇത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്താ ലൈല അടച്ചത്? മനീഷ് ഇന്നലെ എന്റെ വീട്ടിൽ വന്ന് തല്ലിപ്പൊളിച്ച സാധനങ്ങളാ ഇതിനകത്ത്.
ഓർമ്മയില്ലേ? ഞാൻ തല്ലിപ്പൊട്ടിച്ചെന്നോ? അയ്യോ, സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മിപ്പിക്കാതെ ഞാൻ. അയ്യോ, അമ്മേ. വേണ്ട. ക്ഷമയ്ക്കൊരു അതിരുണ്ട് മനീഷേ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയത് നിങ്ങൾക്കല്ല, ഇവക്ക. ഇതുപോലൊരു വായിനോക്കിട്ട് കൂടെ ഇറങ്ങി പോന്നില്ലേ? പോടാ. മനീഷേട്ടാ, സുമിത്ര പറഞ്ഞത് കേട്ടല്ലോ. ഇനി ലൈലയ്ക്ക് ചിലത് ആലോചിക്കാം. നിന്റെ ഇഷ്ടം. ഞാൻ പോവാ. അവന്റെ തല തല്ലി പൊളിക്കാ വേണ്ടത്. മനീഷേട്ടാ, ഓടിയകത്ത്. അമ്മേ, ദേ ലൈലയുടെ അച്ഛൻ പറഞ്ഞതുപോലുള്ള ഒരു അതിക്രമവും ഞാൻ ഇന്നലെ കാണിച്ചിട്ടില്ല അമ്മേ. സോമംപിള്ള കുടിച്ച് വീട്ടിൽ വന്നിട്ട് കലം തല്ലി പൊട്ടിക്കാറുണ്ടോടി? അച്ഛൻ കള്ളു കുടിക്കില്ലമ്മേ. എന്നാ പിന്നെ ചന്ദ്രിക കുടിക്കുമെന്ന് വേണമെങ്കിൽ പറയും. ദേ അയ്യോ, അമ്മയാണ്. വേണ്ട, എന്നെ വിട്ടേക്ക്. അവിടെ ചെന്ന് നാശം കാണിച്ചത് നീ അല്ലെങ്കിൽ അച്ഛന്റെ ഫോട്ടോ തൊട്ട് നീ സത്യം ചെയ്യും. അതിപ്പോ അച്ഛന്റെ ഫോട്ടോ എന്നൊക്കെ പറയുമ്പോ. അല്ലെങ്കിൽ വേണ്ട, കള്ളസത്യം ചെയ്യാൻ നീ മടിക്കില്ല. ആ മനുഷ്യന്റെ ആത്മാവിനെ വെറുതെ വിട്ടേക്കാം. ദേ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം. എടി, നീയെങ്കിലും വിശ്വസിക്കാമെങ്കിൽ ഒന്ന് വിശ്വസിക്ക്. മനീഷേട്ടൻ ഇന്നലെ എന്റെ വീട്ടിൽ പോയോ? അതല്ലേ പറയാൻ തുടങ്ങുന്നത്. പോയി. കുടിച്ച് വെളിവില്ലാതെ പോയെന്ന് പറ. ദൈവദോഷം പറയല്ല അമ്മേ. ഞാൻ നല്ല നീറ്റായിട്ടാ ചെന്നത്. കുറച്ച് ഗൗരവത്തിലായിരുന്നുള്ളത് നേരാ. ദേ കാരണം എന്താന്നുള്ളത് ഇവൾക്കറിയാം. വിവാഹമോചനം തന്നെയാ. അത് തന്നെയാ പ്രശ്നം. ഡേ, അവര് ഭാര്യയും ഭർത്താവും കൂടെ തീരുമാനിച്ചാൽ മതിയോ ഞാൻ ബന്ധം ഒഴിയണമെന്ന്? അല്ലെങ്കിൽ അവര് പറയുമ്പോ ഒഴിയായിരിക്കണം ഞാൻ. താലി എടുത്ത് എന്റെ കൈ തന്നിട്ടേ കെട്ടടാ താലി എന്ന് പറഞ്ഞത് എന്റെ അമ്മയാ. എന്നിട്ട് ആ അമ്മ പോലും അറിയാതെ ഡൈവോഴ്സിന്റെ ഗൂഢാലോചന. അത് ഞാൻ ചോദിച്ചു. അച്ഛനമ്മയോട് വെറുതെ പറഞ്ഞ കാര്യാണ്. അങ്ങനെ വെറുതെ പറഞ്ഞ രസിക്കാനുള്ള വിഷയമൊന്നും അല്ല ഇത്. മറിച്ചേ എന്നോടുള്ള അവഗണനയാ. എന്റെ അഭിമാനത്തിലെ മുഖമടച്ചുള്ള അടിയാണ് ആ സംസാരം. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇല്ല, നിനക്ക് അഭിമാനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമുള്ളൂ. പിന്നെന്താ വീട്ടിൽ നടന്നെന്ന് പറ മനീഷേട്ടാ. നീ ഇവന്റെ വിശദീകരണം കേൾക്കാൻ നിൽക്കാണോ? ഒരു വിവരം സംസാരിക്കാൻ ചെല്ലുമ്പോ മര്യാദയ്ക്ക് ചെല്ലണം. ഞാൻ മര്യാദയ്ക്കാ ചെന്നത്. മര്യാദയോടെ സംസാരിച്ചിട്ട് പോരുകയും ചെയ്തു. ഒരു ഗ്ലാസ് പോലും അവിടെ തറയെ വീണ് പൊട്ടിയില്ല. പിന്നെ സോമംപിള്ള പൊതിഞ്ഞുകെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതോ? അതെ, ഇവളുടെ അമ്മയുടെ പ്ലാനാ. ഞാൻ പോന്നതിന് ശേഷം പുള്ളിക്കാരി ഒരു പ്ലാൻ തയ്യാറാക്കി. കുറെ പഴയ പാത്രവും പ്ലേറ്റും ഒക്കെ എടുത്തങ്ങ് പൊട്ടിച്ചു. എന്തിനാ? എന്നെ പ്രതിയാക്കാൻ. അതിവളുടെ അച്ഛന്റെ ലം കൊടുത്തു വിട്ടു. ചന്ദ്രിക അങ്ങനെ ചെയ്യൂന്ന് എനിക്ക് തോന്നില്ല. ചെയ്യും. ദേ ഇവിടെ വന്ന അമ്മയുടെ മുമ്പിൽ പ്രസ്താവന ഇറക്കുന്ന പാർട്ടി അല്ല ഇവളുടെ വീട്ടിൽ ചെന്നാല്. അവിടെ മറ്റൊരു സ്റ്റൈലാ. എന്തിനാ മനീഷേട്ടാ വെറുതെ അമ്മയെ പഠിച്ചായിരുന്നേ? ഡേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിന്റെ അമ്മ ഇവിടെ വന്നില്ല? സാധാരണ അങ്ങനെ അല്ലല്ലോ. എന്ത് കാര്യം ഉണ്ടായാലും ജാഥ നയിച്ച് ഇവിടെ വരുന്നത് ശ്രീമതി ചന്ദ്രികാമ്മയല്ലേ. ഇന്ന് ആക്രി സഞ്ജീവായി ഭർത്താവിനെ പറഞ്ഞയച്ചിരിക്കുന്നു. കാര്യം എന്താ? പുള്ളിക്കാരിയാണ് ആക്രമണം നടത്തിയത്. ഇങ്ങോട്ട് വന്ന ആ കള്ളത്തരം പൊളിയും. ഇല്ലെങ്കിൽ ഞാൻ പൊളിക്കും. ഇങ്ങനെയൊന്നും പറയാതെ മനീഷേട്ടാ. പോടി അവിടുന്ന്. അതെ അമ്മേ, ദേ ഈ പറഞ്ഞാണ് സത്യം. ആണല്ലോ. അതെ. ലൈലേ, നീ ആ ഫോണിങ് എടുത്തേ. നീ ഇതെങ്ങോട്ടാ? ഫോൺ എടുക്കാൻ. അവിടെ നിക്ക്. അല്ല, എന്തിനാ ഫോണ്? ചന്ദ്രയെ വിളിച്ച് ചോദിക്കട്ടെ എന്താ സംഭവിച്ചെന്ന്. ഞാൻ സംസാരിക്കാം. അമ്മ എന്തിനാ സംസാരിക്കുന്നേ? എനിക്ക് സത്യം അറിയണം. കണ്ടോ, ദേ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ പറയുന്നത് ആർക്കും ഒരു വിശ്വാസമില്ല. എന്റെ വാക്കിന് ഒരു വിലയുമില്ല. വിലയില്ലാതാക്കിയത് നീ തന്നെയാ. നാക്കെടുത്ത നുണ മാത്രം പറയുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കും? ആര് വിശ്വസിക്കും? വിശ്വസിക്കണ്ട.
എല്ലാവരും ഒറ്റക്കെട്ടായിക്കോ. അമ്മയും അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഭാര്യയും എല്ലാവരും ഒറ്റക്കെട്ടായിക്കോ. മനീഷ് മാത്രം അങ്ങ് തനിച്ച്. എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ ഞാൻ. വേണ്ട, മനുഷ്യട്ടൻ എങ്ങോട്ടും പോകണ്ട. ഓ, എന്തോ ഒരു സ്നേഹം. ഭാര്യമാരായ ഇങ്ങനെ തന്നെ വേണം. സാറിന് കുളിക്കാൻ എണ്ണയും സോപ്പും ഒക്കെ എടുത്തു കൊടുക്ക്. കുറച്ച് രാമച്ചുവിട്ട് വെള്ളം ചൂടാക്കി വെക്ക്. അദ്ദേഹം കുളിയും ജപവും ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോ ഞാൻ അമൃതത്തെ ഒരുക്കി വെക്കാം. അയ്യോ, ഒന്നും വേണ്ടേ. ദേ, ഇനി എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പോയേക്കാം. വേണ്ട, മനുഷ്യട്ടൻ എവിടെയും പോകണ്ട. പോവണ്ട ഞാനാ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞിട്ട് പോയത് ഞാൻ ആവർത്തിക്കുക. സഹിക്കുന്നതിനൊരു അതിരുണ്ട്. മതിയേ എനിക്ക്. എടി, അമ്മയച്ഛനും പറഞ്ഞത് കേട്ടിട്ടേ നീ അധികപ്പറ്റി കാണിക്കല്ലേ. ആരും പറഞ്ഞത് കേട്ടിട്ടൊന്നുമല്ല. ഇതെന്റെ തീരുമാനമാ. അമ്മേ, അമ്മ ക്ഷമിക്കണം. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഞാൻ വിട്ടിട്ട് വേണ്ട നീ പോവാൻ. നീ ആരുടെ അങ്ങനെ തോന്നിയ പോലെ ഇറങ്ങിപ്പോവാൻ? ഞാൻ പിന്നെ എന്ത് വേണം? ആരുടെയൊക്കെ വഴക്ക് കേൾക്കണം? അല്ലെങ്കിൽ അമ്മയുടെ തീരുമാനം പറ. പറയാമേ, ഇവളുടെ അന്വേഷണം നടക്കില്ലെന്ന്. ലൈലയെ കല്യാണം കഴിച്ചോണ്ട് വന്നതേ ഞാനല്ല. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതേ അമ്മയാ. അമ്മ പറയങ്ങോട്ട്. ലൈലയ്ക്ക് സ്വന്തം വീട്ടിൽ വേണമെങ്കിൽ പോവാ. അമ്മേ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ഇവൾക്ക് വേണമെങ്കിൽ ഇവളുടെ വീട്ടിൽ പോവാന്ന്. പക്ഷേ തനിച്ചിവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. ഞാൻ ഇതിന് സമ്മതിക്കില്ല. കാരണം നീ ഒറ്റയ്ക്ക് ഇവിടെ കയറി വന്നവളല്ല. ഒറ്റയ്ക്ക് പോവുകയും വേണ്ട. ഇവൻ നിന്നെ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ അങ്ങനെ. എന്നെ അതിന് കിട്ടില്ല. അല്ലെങ്കിൽ ലൈല ചന്ദ്രയോട് സോമുമ്പോഴോട് വരാൻ പറ. എന്നിട്ട് അവരുടെ കൂടെ പോണം. നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി അവരിവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ലൈലയുടെ അഭിപ്രായം എന്താ? അവൾ എന്നെ ഞെട്ടിക്കാനായിട്ട് ഒരു നമ്പർ ഇട്ടതല്ലേ? അല്ലടി. അല്ല. എടി, എനിക്കിങ്ങനെ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് പറയാ. അതേസമയം അമ്മയെ ധിക്കരിക്കാനും വയ്യ. എന്നാ ഞാനൊരു കാര്യം പറയാം. ദേ, ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. സുല്ല്, ലൈല പറ, ഞാൻ എന്ത് ചെയ്യണം? ദേ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് വേണ്ടി മനീഷേട്ടൻ ഒന്നും ചെയ്യണ്ട. നിനക്ക് വേണ്ടി നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതിന് നീ തയ്യാറായാല് പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും. അമ്മ പറ, എന്ത് ത്യാഗത്തിന് ഞാൻ റെഡിയാ. മനീഷേട്ടൻ കൂടി നിർത്തണം. നീ കള്ളുകൂടി നിർത്തണോന്ന്. ഇനി മേലെ കുടിക്കാൻ പാടില്ല. അതിന് പറ്റില്ലെങ്കിൽ പറ. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? പറയടാ. നിർത്തി. ദേ, കംപ്ലീറ്റ് നിർത്തി. അതേലേ, ദേ, നിങ്ങൾ രണ്ടുപേരെയും സാക്ഷി നിർത്തി ഞാൻ പറയുക. ഇനി മനീഷിന്റെ ജീവിതത്തില് മദ്യമില്ല. വാക്കാണിത്. പനക്കിലെ മനീഷിന്റെ വാക്ക് കേൾക്കാൻ കൊള്ളാം. വാക്ക് പാലിച്ചാ മതി. പാലിക്കൂ അമ്മേ. അതിനി എന്റെ വാശിയാ. അങ്ങനെ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. എനിക്കുണ്ട് അഭിമാനം. നിന്റെ മുഖത്തുനിന്ന് തെളിച്ചില്ലാത്തത് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? പറഞ്ഞതുകൊണ്ടായോ? അത് പ്രവൃത്തിയിൽ വരട്ടെ. വരുമെന്നേ. ദേ, അമ്മയ്ക്ക് വിശ്വാസമായി. അല്ല അമ്മേ? എടി, നിനക്ക് വിശ്വാസമായില്ലേ? എന്തായാലും നോക്കാം. ഇനി മനീഷയുടെ വാക്ക് തെറ്റിച്ചാ ഞാൻ എന്റെ വാക്ക് പാലിക്കും. എന്ത് വാക്ക്? അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി അവരുടെ കൂടെ വീട്ടിൽ പോവും. പിന്നെ ഇങ്ങോട്ടുണ്ടാവില്ല.